മുകളിൽ നിന്ന് മൂടി വരുന്ന ഗൗരിയെ നോക്കി താഴെ അമ്മയും അച്ഛനും നിൽപ്പുണ്ടായിരുന്നു. അമ്മയുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. മോളെ പതിയെ, അമ്മ അവളോട് കരുതലോടെ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ നിന്നും സിദ്ധാർത്ഥോടി അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തിരുന്നു. സിദ്ധുദേ സൂക്ഷിച്ച്, അമ്മ പരിഭ്രാന്തിയിൽ പറഞ്ഞു. ഇരുവരും താഴേക്ക് വന്ന് ഹാളിലിരുന്നു. അമ്മ ഇടം കണ്ണിട്ട് വർമ്മയെ നോക്കുന്നുണ്ട്. അമ്മ മറ്റെന്തെല്ലാമോ പ്രതീക്ഷയിലായിരുന്നു. ഗൗരി ആഹാരം കഴിക്കാനിരിക്കും നേരം അമ്മ പതിയെ വർമ്മയെ തട്ടി വിളിച്ചു. ചോദിക്ക്. കണ്ണുകൾ കൊണ്ട് അമ്മ ആംഗ്യം കാട്ടി പറഞ്ഞു. ഞാനോ? നീ ചോദിക്ക് ഈ മനുഷ്യന്. ശേഷം അമ്മ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. മോളെ ഗൗരി, എന്താ പറ്റി മോക്ക് വല്ലാത്ത ക്ഷീണം പോലെ? അവൾ കഴിച്ചിരുന്ന ആഹാരം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവളുടെ നെറുകെ തട്ടി വെള്ളം കൊടുത്തു. അവളൊന്ന് ശമിച്ചപ്പോൾ അമ്മയെ നോക്കി. അതമ്മ എന്താണെന്നറിയില്ല, ഒരു ക്ഷീണമുണ്ടായി. കാരണമില്ലാത്ത ക്ഷീണമാണോ അതോ? ഇരുവർക്കും അമ്മ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. എന്താ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? സിദ്ധാർത്ഥ് വ്യക്തമാക്കാൻ ചോദിച്ചു. മോളുടെ മുഖം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്, കാണുമ്പോൾ എന്തോ ഉള്ളതുപോലെ. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയോട് അങ്ങനെ വെട്ടിത്തുറന്ന് പറയാനൊന്നും ഈ അമ്മയ്ക്കറിയില്ല. അമ്മ പറ, ഇവിടെ പുറത്തുനിന്ന് ആരും ഇല്ലാലോ. മോൾക്ക് വിശേഷം വല്ലതും? ഗൗരി ഒരു ഞെട്ടലോട് അമ്മയെ ഒന്ന് നോക്കി. ശേഷം സിദ്ധാർത്ഥിനെയും. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് അമ്മയുടെ പ്ലേറ്റിലേക്ക് ആഹാരം വിളമ്പിക്കൊണ്ട് പറഞ്ഞു. അമ്മ ഇപ്പോൾ കഴിക്ക്. ആ ക്ഷീണം വേറെ പലതിൻ്റെയുമാണ്. അമ്മ ഉദ്ദേശിക്കുന്നിടത്ത് ടൈം ആയിട്ടില്ല. അമ്മ മുഖത്തെ സങ്കടം മറച്ചു വെക്കാതെ വർമ്മയെ നോക്കി. എന്താ അമ്പിളി ഇത്? കുട്ടികളെ പോലെ അവർക്കറിയാം എപ്പോ ഏതൊക്കെ വേണമെന്ന്. നീ അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യല്ലേ. എൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ, അമ്മ ദയനീയമായി പറഞ്ഞു. എന്തോ? പിന്നെ അമ്മയ്ക്ക് ആഹാരം കഴിക്കാനായി തോന്നിയില്ല. അമ്മ പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ഗൗരി അമ്മയുടെ കൈകളെ പിടിച്ചു. അവളെ ദയനീയമായി അമ്മയൊന്ന് നോക്കി. ഇപ്പോൾ ഇരുന്ന് കഴിക്ക്. അമ്മയുടെ എല്ലാ ആഗ്രഹവും ഞങ്ങൾ നടത്തിത്തരും, അധികം വൈകാതെ, പോരെ? അവളൊരു കൊച്ചു കുഞ്ഞിനോടെന്ന പോലെ പറഞ്ഞു. സിദ്ധാർത്ഥ ആ സമയം അവളെ നോക്കി ഒന്ന് ചിരിച്ചു. പോ അവിടെ നിന്ന പോലെ അവൾ മുഖം കൂട്ടി. അന്ന് രാത്രിയോടെ അമ്മയും അച്ഛനും തിരികെ വീട്ടിലേക്ക് പോയി. ഗൗരിക്ക് ശരിക്കും അത് വല്ലാത്ത വിഷമമായത് തന്നെയായിരുന്നു. അമ്മ ഉള്ളപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു. വീട്ടിൽ അവരെല്ലാം പോയപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു അവൾക്ക്. പതിവ് പോലെ അടുക്കളപ്പണികൾ തീർത്ത് ഗൗരി റൂമിലേക്ക് നടന്നു. സിദ്ധാർത്ഥ് ഓഫീസ് റൂമിലാണ്. അവനുള്ള വെള്ളം അവൾ അവിടെ കൊണ്ടുവച്ചു. ലാപ്പിൽ എന്തോ ജോലി ചെയ്യുകയായിരുന്നു അവനെ ബുദ്ധിമുട്ടിക്കാൻ അവളും ഇഷ്ടപ്പെട്ടില്ല. അമ്മയും അച്ഛനും പോയ വിഷമം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ടായിരുന്നു. തിരികെ നടന്ന ഗൗരിയെ സിദ്ധാർത്ഥ് വിളിച്ചു. ഗൗരി പതിയെ തിരിഞ്ഞു നോക്കി. എൻ്റെ റൂമിലുണ്ടാവണം താൻ, അതെന്തിന്? അമ്മയും അച്ഛനും പോയില്ലേ? അവൾ എടുപിടി എന്ന പോലെ ചോദിച്ചു. പോയെന്ന് കരുതി നീ നിൻ്റെ റൂമിൽ കിടക്കണമെന്നുണ്ടോ? ഇനി നീ എൻ്റെ കൂടെ, എൻ്റെയല്ല നമ്മുടെ റൂമിലാവും. വേണ്ട സിദ്ധാർത്ഥ്, ഞാൻ എൻ്റെ റൂമിൽ കിടന്നോളാം. തനിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. ദേ, ഞാൻ എണ്ണീറ്റ് വന്ന് തൂക്കിയെടുത്ത് റൂമിൽ കൊണ്ടിടും. അത് ചെയ്യിക്കാതെ എൻ്റെ കൊച്ചു നല്ല മോളായി പറഞ്ഞത് കേൾക്കാൻ നോക്ക്. അയ്യടാ, പറ്റില്ല. അവൾ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. തിരിഞ്ഞു നടന്നവൾ ഒരു നടുക്കത്തോടൊന്ന് നിന്നു. പിന്നിൽ നിന്നും എന്തോ നിലം പതിക്കുന്നത് അവൾ കേട്ടു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ഗൗരി കണ്ടു ലാപ്പും കാത്തിരുന്ന സ്റ്റാൻഡും നിലത്ത് കിടക്കുന്നത്. അവൾ ഉമ്മിനീരിറക്കി അവനെ ഭയത്തോടെ നോക്കി. ചെന്ന് റൂമിൽ ഇരിക്കാൻ. ഇനി ഇതാവില്ല ഞാൻ ചെയ്യുക. അവൾ ഒറ്റ ഓട്ടമായിരുന്നു അവൻ്റെ റൂമിലേക്ക്. സിദ്ധാർത്ഥ് റൂമിൽ വരുമ്പോഴേക്കും ഗൗരി ഉറങ്ങിയിരുന്നു. അവൻ അരികിലേക്ക് കിടന്നുകൊണ്ട് അവളെ വട്ടം കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. ഗൗരി, അവൻ നേർത്ത സ്വരത്തിൽ വിളിച്ചു. പേടിച്ചു പോയോ? അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. ഇല്ല പിന്നെ. ഞാൻ പറഞ്ഞത് ആദ്യമേ കേട്ടാൽ എന്താ നിനക്ക് കുഴപ്പം? അതല്ലേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേ. സിദ്ധാർത്ഥ്, ഇത്ര ദേഷ്യം എന്തിനാ? അല്പം കുറച്ചുകൂടെ എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിന്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, പോരെ? ഇപ്പോൾ പറയും നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ മുന്നിൽ ആരാണെന്ന ബോധമൊന്നും ഉണ്ടാവില്ല. അവനൊന്ന് ചിരിച്ചു. ശേഷം അവളെ വലിച്ചവൻ അവൻ്റെ ദേഹത്തേക്ക് കയറ്റിക്കിടത്തി. തന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പോരെ? അവൻ മൃദുലമായി പറഞ്ഞു. സിദ്ധാർത്ഥ്, എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എന്തിന്? അവൻ അവളുടെ മുടിയിഴകളെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി ചോദിച്ചു. അച്ഛനും അമ്മയും ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്തോ വീട് ശൂന്യമാവുന്ന പോലെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. തനിക്കറിയാലോ, എനിക്കെൻ്റെ വീട്ടിൽ ആരും നിൽക്കുന്നത് ഇഷ്ടമല്ല.
അവർക്കും എൻ്റെ ജീവിതത്തിൽ കടന്നു കയറാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതോ? നീ എൻ്റെയല്ലേ, എൻ്റെ മാത്രം. അപ്പോൾ അവരും അങ്ങനെ തന്നെയല്ലേ? അല്ല, അച്ഛനും അമ്മയും അച്ഛനമ്മയും അമ്മയ്ക്ക് അച്ഛനും ഉണ്ട്. എനിക്ക് നീയും നിനക്ക് ഞാനും. പക്ഷേ ഒരു പക്ഷേയില്ല. ഇപ്പോൾ ദേ അതൊന്നും സംസാരിക്കാനുള്ള ടൈമല്ല. ഇപ്പോൾ നല്ല മൂഡിലാണ് ഞാൻ. അതിന് അവൾ ചോദ്യം ചോദിച്ചു. അതിനെൻ്റെ പൊന്നുമോളൊന്ന് സഹകരിക്കണം. അയ്യടാ, ഇന്നലെ സഹകരിച്ചതോടെ ഞാൻ ചത്തു. ഇനി വയ്യ, കിടന്നുറങ്ങിക്കോ. എന്താടി? ഇല്ല മോനെ, ഇല്ല. ഉറപ്പാണോ? അവൻ ചോദിച്ചു. ആ, ഉറപ്പാ. എന്നാ ആയിക്കോട്ടെ, അവനും പറഞ്ഞു. ഉടനെ തിരിഞ്ഞു കിടന്നു. ശരിക്കും അതവൾക്ക് വല്ലാതെയായി. അവൻ വെറും എന്ന പ്രതീക്ഷ അവളിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ അവൻ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ തിരിഞ്ഞു കിടന്നത് പോലും. ദുഷ്ടൻ. അവൾ തിരിഞ്ഞു കിടന്ന് പിറുപിറുത്തു. എൻ്റെ വൈഫ് എന്തെങ്കിലും പറഞ്ഞോ ആവോ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ഗണേശ, അവൾ വാക്കുകൾ കൂനൽ നൽകിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നായിരുന്നു സിദ്ധാർത്ഥ് അവളെ വലിച്ചവൻ്റെ ദേഹത്തേക്കിട്ടത്. അതിലവളൊന്ന് പിടഞ്ഞു പോയെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവനെ തന്നെ നോക്കി. എന്തേലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് പിറുപിറുക്കുകയല്ല വേണ്ടത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ കേട്ടതോ? അത് തോന്നിയതാവും. ആണോ? അവൻ അവളെ ഇരു കൈകളും കൊണ്ട് പുണർന്നുകൊണ്ട് ചോദിച്ചു. ആഹാ, എങ്കിൽ ശരി, തർക്കിക്കാൻ വരുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ സിദ്ധാർത്ഥ്? ഞാൻ അടുത്ത ആഴ്ച സിംഗപ്പൂർ പോകും, കോളേജിൻ്റെ ചില ആവശ്യങ്ങളായിട്ട്. നിനക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുണ്ടോ? അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ വിഷമം തോന്നി. സിദ്ധാർത്ഥ് അവളെ വിട്ട് പോകുന്നത് ഒരു നിമിഷം പോലും അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഭയമായിരുന്നു സിദ്ധാർത്ഥ് ഇല്ലാത്ത ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത്. എന്താടോ താനൊന്നും മിണ്ടാത്തത്? തനിക്ക് പേടിയുണ്ടോ? സിദ്ധാർത്ഥ്, ഈ യാത്ര അത്യാവശ്യമാണോ? ആ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? മാറ്റിവെക്കാനും പറ്റത്തില്ല. എന്നാൽ ഞാനും വന്നോട്ടെ? വേണ്ട, എക്സാമൊക്കെ അടുത്ത് തുടങ്ങി, പഠിക്കാൻ നോക്കിക്കോ. അതും കൂടി കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. പിന്നീട് അവരൊന്നും സംസാരിക്കാതെ അവൻ്റെ ദേഹത്ത് നിന്നും എഴുന്നേറ്റ് അവൾ തിരിഞ്ഞു കിടന്നു. സിദ്ധാർത്ഥ് തനിക്ക് ചുറ്റുമുള്ള കഴുകൻ കണ്ണുകൾ തന്നിലേക്ക് കൂടുതൽ അടുത്ത് വരുമെന്ന് അവൾ ഭയന്നിരുന്നു. പിറ്റേന്ന് രാവിലെ നല്ല സാമ്പാറിൻ്റെ മണം മൂക്കിലേക്ക് തുളച്ചു കയറുമ്പോഴായിരുന്നു ഗൗരി ഉണർന്നത്. ഈശ്വര, സ്വപ്നമാണോ? കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു. വീണ്ടും ശ്വാസം ഒന്ന് വലിച്ചെടുത്തു. അല്ല, സ്വപ്നമല്ല, സത്യമാണ്. അവൾ കണ്ണുകൾ പതിയെ തുറന്നു. അഴിഞ്ഞു കിടന്ന മുടി പിന്നിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. സിദ്ധാർത്ഥ് ബാത്റൂമിലുണ്ടെന്ന് മനസ്സിലായി. പിന്നാരവും കിച്ചണിൽ എന്ന സംശയം അവളിൽ ഹരം കൊള്ളിച്ചു. ആളെ കാണാൻ അവൾ ആഗ്രഹിച്ചു. റൂമിലേക്ക് ചെന്ന് കുളിയും പാസാക്കി ഗൗരി നേരെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു. പിന്നിൽ നിന്നും ആളെ കണ്ടപ്പോഴേ മനസ്സിലായി പ്രായമുള്ള ആളാണെന്ന്. നല്ല ധൃതിപെട്ട പണിയിലാണ്. ഒരു ഭാഗത്ത് നല്ല ആവി പറക്കുന്ന ദോശയും ഇഡലിയുമുണ്ട്. സാമ്പാറിനെ വരവിട്ട മനമാണ് അങ്ങ് മുകളിലെ റൂമിൽ വരെ എത്തിയത്. അവളൊന്ന് മുരടനക്കി. അദ്ദേഹം തിരിഞ്ഞ് അവളെ നോക്കി. വാസുവേട്ടൻ, ഗൗരി നിറച്ചിരിയോടെ വിളിച്ചു. ആ, മോൾ എഴുന്നേറ്റോ? ഈ വാസുവേട്ടൻ ഗൗരിയുടെ അച്ഛൻ്റെ വിശ്വസ്തനായ തൊഴിലാളിയായിരുന്നു. കഥയുടെ തുടക്കം നമ്മൾ പറഞ്ഞിരുന്നു. ആ വാസുവേട്ടാ എപ്പോൾ വന്നു? സിദ്ധാർത്ഥ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ വാസുവിൻ്റെ അടുത്തേക്ക് ചെന്ന് സന്തോഷത്തോടെ കാര്യങ്ങൾ തിരക്കി. മോൻ 2 ദിവസം മുന്നേ വിളിച്ചു കുഞ്ഞെ. ഞാൻ പനിച്ച് കിടക്കുമായിരുന്നു. ഇന്നലെ രാത്രി എത്തി. ആണോ? ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? ശരീരവേദന അങ്ങ് മാറിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. എന്നിട്ടാണോ ഇങ്ങനെ ജോലി ചെയ്യുന്നേ? ഇങ്ങ് മാറി നിൽക്കി, ഞാൻ ഉണ്ടാക്കാം. ഗൗരി വാസുവിൻ്റെ കൈകളിൽ പിടിച്ച് ആ കൈകൊണ്ട് പറഞ്ഞു. വേണ്ട മോളെ, പണിയെല്ലാം ഒതുങ്ങി. മോള് ചെന്ന് കോളേജിൽ പോകാൻ ഒരുങ്ങി വാ. അപ്പോഴേക്കും ഞാനെല്ലാം എടുത്തു വെക്കാം. അവരുടെ സംസാരത്തിനിടയ്ക്കാണ് സിദ്ധാർത്ഥ് വന്നത്. എന്താ ഇവിടെ? അവൻ്റെ പൗരുഷമാർന്ന ശബ്ദമുയർന്നതും ഗൗരിയും വാസുവും ഒന്ന് നടങ്ങി അവനെ നോക്കി. അത് പിന്നെ സിദ്ധാർത്ഥ് വാസുവേട്ടനോട് ഞാൻ ജോലി ചെയ്തോളാമെന്ന് പറയുമായിരുന്നു. നിന്നെക്കൊണ്ട് ജോലി ചെയ്യിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങേരെ ഇവിടെ വെക്കില്ലായിരുന്നു. അവൻ്റെ ശബ്ദത്തിലെ പരുക്കൻ സ്വഭാവം ഗൗരി നല്ലതുപോലെ അറിഞ്ഞു. വാസുവിനത് വിഷമമായെന്ന് തോന്നിയതു ഗൗരി അദ്ദേഹത്തെ ദയനീയമായി നോക്കി. വാസുകൾ കണ്ണുകൾ കൊണ്ട് കുഴപ്പമില്ല എന്ന് കാട്ടി. ഗൗരി ഒരു വിഷമച്ചിരിയോടെ സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് നടന്നു. സിദ്ധാർത്ഥ് ഫോണിലെന്തോ പരിപാടിയിലായിരുന്നു. അവൾ വന്നിരുന്നത് അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. എന്തേ ഇങ്ങനെ നോക്കുന്നേ? എന്തിനാ ഇത്ര ദേഷ്യം? ഒറ്റ രാത്രി കൊണ്ടിപ്പോൾ എന്താ ഉണ്ടായത്? ദേഷ്യം ആരോട്? എന്തിന്?
പിന്നെ ദേഷ്യമില്ലാതെയാണോ അവിടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കൊള്ളാം. നിന്നോട് പെരുമാറുന്നത് പോലെ ജോലിക്കാരോടും പെരുമാറാനൊന്നും എനിക്ക് പറ്റില്ല. പിന്നെ വാസുവിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ ജോലി ചെയ്യാനാണ്, അല്ലാതെ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തി നിനക്ക് ജോലി ചെയ്യാനല്ല. ഇനി എക്സാം കഴിയും വരെ ജോലി അങ്ങേര് നോക്കിക്കോളൂ, പഠിക്കാൻ നോക്കിയാൽ മതി നീ. അവൾ കുനിഞ്ഞവനെ നോക്കി. എന്തേ? അല്ല പഠിക്കണ്ട, എൻ്റെ കുഞ്ഞിനെ തന്നാൽ മതി എന്നൊരു ഘോരഘോരം പ്രസംഗിച്ച ആളെ തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് നോക്കിയ. ദേ പൊന്നുമോളെ, സിദ്ധാർത്ഥ് വാശിയായി എടുത്ത അടുത്ത മാസം നീ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നടക്കും. അയ്യടാ. അവൾ അവനെ ഒന്ന് കളിയാക്കി. കാണണോ? അവൻ വശ്യമായി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. വേണ്ട എൻ്റെ പൊന്നോ എന്ന വർത്തമാനം പറഞ്ഞിരിക്കാൻ നിൻ്റെ മോള് പോയി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി വാ. ഇപ്പോൾ തന്നെ സമയം വൈകി തുടങ്ങി. അന്ന് കോളേജിൽ കാഞ്ചന നേരത്തെ തന്നെ സിദ്ധാർത്ഥിൻ്റെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ വാച്ചിലേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു.